അസ്സലാമലൈക്കും. ഫൈവേഴ്സ് നെസ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മഷ്റൂം കറിയാട്ടോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള. ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി നന്നായിട്ട് ഇളക്കി ബ്രൗൺ കളറാവുന്നത് വരേക്കും ഇളക്കി കൊടുക്കുക. അതിലേക്ക് കറി ലീഫും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി സവാള ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് വാടി വരുന്നവരേക്കും. ഇപ്പോൾ സവാള നന്നായിട്ട് വഴഞ്ഞു വന്നിരിക്കുന്നു. കഴുകി വൃത്തിയാക്കിയ മഷ്റൂമിലോട്ട് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മഷ്റൂമിൽ നല്ല വെള്ളം ഉണ്ടാകും. അതുകൊണ്ട് ഇതിലോട്ട് ഒട്ടും വെള്ളം ഒഴിക്കുന്നു. ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിരിക്കുന്നു. എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം കുറച്ച് മുളക് പൊടി, അത് ആവശ്യത്തിന് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവുമല്ലോ. ഇനി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലുള്ള എല്ലാ വെള്ളവും വറ്റുന്ന വരേക്കും ഇളക്കി കൊടുക്കുക. അതിൽ നിന്നും വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിരിക്കുന്നു. ഇനി ഇത് വാങ്ങി വയ്ക്കാം. ഇതിലേക്ക് ഇനി താളിക്കാനാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതേ പാത്രത്തിൽ തന്നെ കുറച്ച് കൊച്ചുള്ളി, ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് ഒരു ഗോൾഡൻ കളറാവുന്നവരേക്കും ഇളക്കി കൊടുക്കുക. ഇനി കറി ലീഫ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഉണ്ടാക്കി വെച്ച മഷ്റൂം അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി നമ്മൾക്ക് ഇതിലോട്ട് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. തേങ്ങാപ്പാലോ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിളപ്പിക്കുക. പിന്നീട് മല്ലിയില ഉണ്ടെങ്കിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇന്ന് നമ്മൾ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ്. എല്ലാ അപ്പത്തിൻ്റെയും കൂടെയും കഴിക്കാം കേട്ടോ. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.